ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി. നാവുകളായി പടരുന്നു, പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടു പറ്റിയ ഹൃദയിൽ പുതുജീവൻ നിറയുന്നു. കൃപയേ കാറ്റായി വാ, കൃപയേ നികാനായി വാ, കൃപയേ പ്രാവായി വാ, കൃപയേ നിറവായി വാ, കൃപയേ നികാറ്റായി വാ, കൃപയേ നികാവായി വാ, കൃപയേ നിപ്രാവായി വാ, കൃപയേ നിറവായി വാ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരുണയിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ ഹൃദയത്തിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൻ്റെ സഹായം ഈ നിമിഷം ഞങ്ങൾ തേടുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മ യേശു പിതാവിൻ്റെ സാന്നിധ്യവും സഹായവും സകല വിശുദ്ധന്മാരുടെ മാധ്യസ്ഥവും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന വഴി ഇന്ന് വരെ സ്വർഗം പ്രാപിച്ച വിശുദ്ധാത്മാക്കളുടെ പ്രത്യേക മാധ്യസ്ഥം ഈ മണിക്കൂറിന് വേണ്ടി ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആലയത്തിൽ ഇന്ന് വരെ ശുശ്രൂഷ ചെയ്ത എല്ലാ വൈദികരുടെയും പ്രാർത്ഥന പിൻബലത്തോട് ചേർന്ന് ഇപ്പോൾ കർത്താവ് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രാർത്ഥന പിൻബലത്തോട് ചേർന്ന് കർത്താവ് ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഈ മക്കളുടെ ശരീരവും മനസ്സും ആത്മാവും പരിപൂർണമായിട്ട് വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ട്, വചനം കേൾക്കുവാൻ തക്കവിധം ഇവരുടെ ഹൃദയത്തെ ഒരുക്കുവാൻ വേണ്ടിയിട്ട് കർത്താവെ സ്വർഗത്തിൻ്റെ സഹായം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തം ഈ മക്കളിലേക്ക് നീ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലിയോ 14 പാപ്പയോട് ചേർന്ന് 5000 വരുന്ന മെത്രാൻ സംഘത്തോട് ചേർന്ന് 5 ലക്ഷത്തോളം വരുന്ന വൈദികരുടെ കൂട്ടായ്മയോട് ചേർന്ന് 7 ലക്ഷത്തിലോളം വരുന്ന സന്യസ്തരുടെ പ്രാർത്ഥന പിൻബലത്തോട് ചേർന്ന് ഈ മക്കളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും തലമുറയായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവിധ പാപ, ശാപ, രോഗ, പൈശാചിക കെട്ടുകളെയും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ശാസിക്കുകയും ബന്ധിച്ച് നിർവീര്യമാക്കുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വചനം കേൾക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ലോകത്തിൻ്റെ കെട്ടുകൾ ഈ മക്കളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ അരൂപികളെ മത്തായി 18:18 ശാസിക്കുകയും ബന്ധിച്ച് നിർവീര്യമാക്കുകയും കാൽവരി കുരിശിലേക്ക് ആട്ടിപ്പായുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല ഈ മക്കളിലൂടെ കടത്തിവിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല ഈ മക്കളിലൂടെ കടത്തിവിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല ഈ മക്കളിലൂടെ കടത്തിവിടണമേ. വചനം കേൾക്കുവാൻ തടസ്സമായി നിൽക്കുന്ന സാത്താൻ്റെ എല്ലാ ആധിപത്യങ്ങളും പ്രവർത്തനങ്ങളും, ക്ഷീണം, തളർച്ച, ഉറക്കം വരുത്തുന്ന സ്വഭാവങ്ങൾ, അവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന തിന്മടി അരൂപികളെല്ലാം അമ്മയുടെ സ്വർഗീയ അഗ്നിയിൽ ഇപ്പോൾ കത്തിച്ചാമ്പലായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അഗ്നി അയച്ച് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആലയത്തിന് ചുറ്റിലും ഇപ്പോൾ കോട്ട കെട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ കോട്ട, തിരുരക്തത്തിൻ്റെ കോട്ട, ജപമാലയുടെ കോട്ട കെട്ടി കർത്താവേ, ഇവിടെയുള്ള എല്ലാ മക്കളെയും അവിടുന്ന് പ്രത്യേകമായിട്ട് കാത്ത് സംരക്ഷിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അമ്മ ഏറ്റെടുത്ത്, അമ്മ
ഈശോയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുവാൻ തക്കവിധം ഇവരെ അഭിഷേകം ചെയ്യണമേ. നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഈ മക്കൾക്ക്, അതിനുവേണ്ടി ഓടുന്ന മക്കൾക്ക് നിത്യജീവനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ ഈ മക്കൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുവാനും ജീവിക്കുവാനും അങ്ങനെ നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് എന്നും ദൈവം ഞങ്ങൾക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ആ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമ്മേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അമ്മയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെയുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമ്മേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അമ്മയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെയുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമ്മേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അമ്മയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെയുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിസ്ഥിതി മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടിരിക്കാം അല്ലേ? ഒന്ന് കണ്ണടച്ചേ, എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. നമ്മൾ ഓരോ ദിവസവും നിൽക്കുന്ന നിപ്പിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അല്ലേ? ഓരോ നിമിഷവും നിൽക്കുന്ന നിപ്പിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ മരിച്ച സ്വർഗത്തിൽ പോകും എന്നുറപ്പുള്ളവർക്ക് ഇരിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കാം, കണ്ണു തുറക്കരുത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. നരകത്തിലെ ഞാൻ പോകൂ എന്ന് ഉറപ്പുള്ളവർക്ക് ഇരിക്കാം. കണ്ണ് തുറക്കാതെ ബാക്കി എല്ലാവരും ഇരുന്നു. അപ്പോൾ ഇരുന്നവർക്കറിയാം എവിടെ പോകാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും. ഒന്നും നമ്മൾ ഈ ഓടുന്നതൊക്കെ എങ്ങോട്ട് വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നേ? എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നേ? എങ്ങോട്ടാ? സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ഓടുന്നവരാണ്. പക്ഷേ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പോലും ഉറപ്പില്ല. അതാണ് നമ്മുടെ ജീവിതം അല്ലേ? ശരിയല്ലേ? സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പോലും ഉറപ്പില്ല. നമ്മുടെ ജീവിതം കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കാത്ത രീതിയിലുള്ള ഒരു ജീവിതമാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അല്ലേ? ഇത്രയും കാലം ഈ ലോകത്ത് ജീവിച്ചിട്ട് ഈശോ നമുക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ആ നിത്യ സമ്മാനം, നിത്യജീവൻ എന്ന സമ്മാനം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഇതുവരെയും ഒരുങ്ങിയിട്ടില്ല എന്ന് അമ്മച്ചി 70 വയസ്സില്ലേ അമ്മച്ചിക്ക്? ഇല്ലേ? ഉണ്ടോ? അപ്പോൾ ഈ 70 വയസ്സ് വരെ ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മൾ അല്ലേ, അല്ലെങ്കിൽ മോൾക്കൊരു 15 വയസ്സെങ്കിലും കാണും. ഓക്കെ, ആ 15 വയസ്സ് തൊട്ട് ഈ നമുക്കൊക്കെ ഇപ്പോഴും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ഓട്ടം എന്തിനാ, എങ്ങോട്ടാണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് ഓടുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരു മിസ്റ്റേക്കിന് പറഞ്ഞു കൊടുത്ത വാട്സപ്പിൽ വന്നതാണ്. അതായത് ഒരു സെക്കൻഡിൽ 33,000 ആൾക്കാരും മരിച്ചിട്ട് അതിനകത്ത് 32,000 ചില്ലറയും എങ്ങോട്ടാണ് പോകുന്നത്? നരകത്തിലോട്ടെന്നാണ് പറഞ്ഞു. നമ്മുടെ ലോകത്തിൻ്റെ ജീവിതം ഇപ്പോൾ അങ്ങനെയാണ്. ഒന്ന് ഓർത്ത് നോക്കണം, ദൈവം നമ്മളെ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വിട്ടത് ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അത് പൂർത്തീകരിച്ചിട്ട് വീണ്ടും എങ്ങോട്ട് പോകാനാ? സ്വർഗത്തിലേക്ക് പോകാനാ. പിന്നെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇനിയെങ്കിലും നമ്മൾ സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു ഓട്ടം തുടങ്ങണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്കറിയാം അല്ലേ? സ്വർഗമുണ്ട്, നരകമുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട് അല്ലേ? ഇനി എല്ലാവരും പോകുന്നത് എങ്ങോട്ടാ? പോകാൻ ആഗ്രഹിക്കുന്നത് എങ്ങോട്ടാ? ശുദ്ധീകരണ സ്ഥലത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ് അല്ലേ? ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്കാണ്. പക്ഷേ അങ്ങോട്ട് പോകുന്നു. എത്ര പേര് ഈ പറഞ്ഞവരൊക്കെ ഇരുന്നോ?
ആ ഉറപ്പില്ലാത്തതുകൊണ്ടല്ലേ ഇരിക്കാത്തത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ സത്യം ഇതാണ്, അല്ലേ? 1 യോഹന്നാൻ 2:25 കർത്താവ് പറഞ്ഞെന്ത്? ദൈവം നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് നിത്യജീവൻ, അല്ലേ? നമുക്കായിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ മക്കളായ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് എന്ത്? നിത്യജീവൻ. ഈ നിത്യജീവന് വേണ്ടിയിട്ടുള്ള ഓട്ടം. ഇനി എന്താണ് നിത്യജീവൻ എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ 17:3 പറയുകയാണ്, ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അങ്ങനെയെങ്കിൽ ബൈബിളിലൂടെ നാം കടന്നു പോകുമ്പോൾ ചില ചോദ്യങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട്, അല്ലേ? ആദ്യമേ ഒരു ധനവാൻ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എവിടെയത്? മത്തായി 19:16 മുതലുള്ള വചനത്തിൽ പറയുന്നുണ്ട്. അവിടെ കർത്താവ് പറഞ്ഞത് എന്താ? നിനക്ക് എന്തറിയാമെന്ന് പറഞ്ഞ് ചോദിച്ചേ? നിനക്ക് പ്രമാണങ്ങൾ അറിയാമല്ലോ, അല്ലേ? പ്രമാണങ്ങൾ അറിയാമല്ലോ, അല്ലേ? അതെ, പ്രമാണങ്ങൾ അറിയാമല്ലോ. അവൻ പറഞ്ഞു കുറച്ചും കൂടെ ഇതല്ലേ, ഏതെല്ലാം യേശു പ്രതിവചിച്ചു? കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതം കെട്ടപ്പെട്ടത്, ഇത് ഈ ഒരു കെട്ടിടം കെട്ടപ്പെട്ടത് എങ്ങോട്ടാണ്? ഇഷ്ടിക കൊണ്ടാണ്, ആണോ? എന്നാൽ ഒരു ദൈവമകനെ കോട്ട കെട്ടിയിരിക്കുന്നത് ഈ 10 പ്രമാണം കൊണ്ടാണ്. ഈ 10 പ്രമാണം കൊണ്ട് കോട്ട കെട്ടിയ നമുക്ക് ഈ 10 പ്രമാണങ്ങൾ നമ്മൾ ഈശോ ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ചാൽ ഒരു തിന്മയ്ക്കും നമ്മളെ തൊടാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ശത്രുവിനും നമ്മളെ ഉപദ്രവിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പാലിക്കാതിരിക്കുമ്പോൾ ആ വിടവിലൂടെ തിന്മ നമ്മളിലേക്ക് കയറി വന്ന് നമ്മളെ തകർക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സുരക്ഷിതമായിട്ട് എല്ലാവരും എല്ലാം പണിയുന്നുണ്ട്, അല്ലേ? പക്ഷേ ഈ കാലഘട്ടത്തിലെ കള്ളന്മാർ എത്ര സുരക്ഷിതമായിട്ട് പണിതാലും അതിലൂടെ കടന്നു കയർന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്. ഇത് തന്നെയാണ് ക്രിസ്തു നമുക്ക് സംരക്ഷണത്തിനായിട്ട് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ജീവിതത്തിനായിട്ട് തന്നിരിക്കുന്നത്. ഈ 10 പ്രമാണം കൊണ്ട് കോട്ട കെട്ടിയ ഒരു സംരക്ഷണമാണെങ്കിൽ ആ സംരക്ഷണം ഭിത്തി, 10 പ്രമാണത്തിൻ്റെ സംരക്ഷണ ഭിത്തിയിൽ അതിലെ ഒരെണ്ണം പാലിക്കാതിരിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന. ഇതാണ് ഒരു കൊച്ചു പ്രമാണം നമ്മൾ ലംഘിക്കുമ്പോൾ അതിലൂടെ തന്നെ നമുക്ക് പരിപൂർണമായ സംരക്ഷണം നഷ്ടപ്പെട്ടു പോകുക. സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഇന്ന് സംരക്ഷണം കിട്ടുന്നില്ല. ബൈബിളിലൂടെ മൊത്തത്തിലൊന്ന് വായിച്ചു പോയാൽ നമുക്കറിയാം നമ്മുടെ അവസ്ഥകൾ ഇന്ന് പരിതാപകരമാണ്. ക്രിസ്ത്യാനിയുടെ ഒരു ജീവിതം ഇന്ന് വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന കാരണമാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് ഈ പ്രമാണ ലംഘിച്ചുള്ള ജീവിതം കൊണ്ട് വരുന്നത്. എന്നാൽ പ്രമാണമനുസരിച്ച് വചനമനുസരിച്ച് ജീവിക്കുന്ന അനേകർ ഇന്ന് വീണ്ടും ഉന്നതിയിലേക്ക് പോകുന്നതായിട്ട് നേരിട്ട് കണ്ടിട്ടുകൊണ്ട് അനുഭവിക്കുന്നറിയുന്ന ഓരോ മകനും മകളും ഈ ഒരു സത്യജീവിതത്തിലേക്ക് വരുമ്പോൾ, പ്രമാണം അനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് വരുമ്പോൾ അവനെ ദൈവം തൻ്റെ ഉള്ളങ്കയിൽ കൊണ്ടു നടക്കുന്നതാണ്. ഇഷ്ടംപോലെ കുടുംബങ്ങൾ എനിക്കറിയാം, ഇഷ്ടംപോലെ കുടുംബങ്ങളെ അറിയാം. അതായത് അവരെ ദൈവം ഉള്ളങ്കയിൽ കൊണ്ടു നടക്കുക. നിങ്ങൾ ഓർത്തു വേണം, ഉള്ളങ്കയിൽ കൊണ്ടു നടക്കുകയാണെങ്കിലും ചെകുത്താൻ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവർ പതറുകയോ വേദനിക്കുകയോ അസ്വസ്ഥപ്പെടുകയോ ചെയ്യുന്നില്ല. കാരണം ഓരോ ദിവസവും അവർ അനുഭവിക്കുന്ന ദൈവിക സംരക്ഷണവും ദൈവത്തിൻ്റെ കരുതലും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നുണ്ട്. എത്രമാത്രം ചെകുത്താൻ തകർക്കാൻ നോക്കിയാലും ഇന്നല്ലെങ്കിൽ നാളെ അതിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുമെന്ന് ആർക്കറിയാം? ഈ പ്രമാണമനുസരിച്ച് ജീവിക്കുന്ന മകനും മകൾക്കും അറിയാൻ പറ്റും. 24-25 വർഷമായിട്ട് ദൈവത്തിൻ്റെ വചനം അതേപടി അനുസരിച്ച് ജീവിച്ച് വിശുദ്ധീകരിച്ച് സ്വയം വിശുദ്ധീകരിച്ച് തലമുറയും വിശുദ്ധീകരിച്ച് ജീവിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ അവരിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഒന്ന്,
അവരെയൊക്കെ കണ്ടാൽ നമുക്കിപ്പോൾ സത്യം പറഞ്ഞ് ജീവിക്കുന്ന വിശുദ്ധരെന്ന് പറയാൻ പറ്റും. അതുപോലെ മുഖം പ്രശോഭിതമായിട്ട് മണിക്കൂർ 4-5 മണിക്കൂറാണ് ഈ ഓട്ടത്തിനിടയ്ക്കും അവർ ദിവ്യകാരുണ്യത്തിൽ പോയി ഇരിക്കുന്നത്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവരെല്ലാവരും കുടുംബസമേതം ദേവാലയത്തിൽ പോയിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത്. ജോലിക്കായിട്ട്, പഠനത്തിനായിട്ട്, ഏത് കാര്യത്തിനും പോകുന്നത് ബലി അർപ്പിച്ചിട്ടാം, സംരക്ഷണം ഏറ്റെടുത്തിട്ടാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാ ദൈവം തരുന്ന സംരക്ഷണം. ഏതൊക്കെ കുടുംബങ്ങളിൽ ഈ ഒരു സംരക്ഷണം വചനക്കോട്ട കെട്ടിയിട്ട് വചനമാകുന്ന ജീവനാകുന്ന വിശുദ്ധ ബലി പങ്കെടുത്തുകൊണ്ട് ഏതൊക്കെ കുടുംബങ്ങൾ പോകുന്നുണ്ടോ അവർക്കൊക്കെ ദൈവം വേണ്ട വിധത്തിലുള്ള സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംരക്ഷണം പാലിക്കുന്ന ഈ മകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛാ, ഒരു കാലത്ത് എനിക്ക് തെറ്റുപറ്റിപ്പോയി, മാതാപിതാക്കന്മാർ കാണിച്ചു തന്നൊക്കെ ഞാൻ ജീവിച്ചു. എന്നാൽ സത്യം അറിഞ്ഞപ്പോൾ, വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ, വചനം പറഞ്ഞു കേട്ടപ്പോൾ അതനുസരിച്ച് ജീവിക്കാനായിട്ട് ഞാൻ തീരുമാനമെടുക്കുകയും ഇന്ന് അതനുസരിച്ച് ഞാൻ ജീവിച്ചു. അതിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പകർന്നു കൊടുത്തപ്പോൾ അതിൻ്റേതായ രീതിയിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ തരുവാനായി തക്കവിധം എൻ്റെ അപ്പൻ എന്നെ അനുവദിച്ചു. നമുക്കറിയാം, ജോബിന് സകലതും നഷ്ടപ്പെട്ടു. അവൻ ദൈവത്തെ മാനിച്ചുകൊണ്ട്, ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട്, ദൈവിക സംരക്ഷണം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു മകനായിരുന്നെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ സാത്താനെ അടിച്ചപ്പോൾ അവൻ പതറിയില്ല. തന്നവൻ ദൈവമാണെങ്കിൽ നശിച്ചു പോയതൊക്കെ വീണ്ടും തരുവാനുള്ള കഴിവ് എൻ്റെ ദൈവത്തിനുണ്ട്, ജീവിക്കുന്ന ദൈവത്തിനുണ്ടെന്ന് അവൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തെ മുറുകെ പിടിച്ചപ്പോൾ അവസാനം തോറ്റോടിയത് സാത്താൻ തന്നെയാണ്. ആ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹം ദൈവം വീണ്ടും ഡബിളായിട്ട് മാറ്റിക്കൊടുക്കുക, 10 മടങ്ങായിട്ട് മാറ്റിക്കൊടുത്തതുപോലെ ഈ മകൻ പറയുക, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ മകൻ പറയുകയാണ്, അച്ഛാ, ഉള്ളംകൈയിൽ കൊണ്ടു നടക്കുക. ഞാൻ നേരിട്ട് കണ്ടതാണ്. കാരണം 24 വർഷം മുമ്പ് ആ മകനെ പരിചയപ്പെട്ടതാണ്. സിമ്പിൾ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്ത് അത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, വചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, വിശുദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോൾ, ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, ഒന്നു ചേർന്ന് ദൈവ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടായ മാറ്റമാണിത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഓട്ടങ്ങൾ കുറയ്ക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ ഓടേണ്ടത് നമ്മെ സംരക്ഷിക്കാൻ കഴിവുള്ള ജീവിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്കാണ് ഓടുന്നത്. ഓരോ ദിവസവും ഈ മക്കളൊക്കെ ഓടുന്നത് ഞാൻ പറഞ്ഞില്ലേ, മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ എന്നുകൊണ്ട് അപ്പനോട് സംസാരിക്കുന്നു, അപ്പൻ പറയുന്നത് കേൾക്കുന്നു. ഈ കുടുംബത്തെ മുഴുവനും നയിക്കുന്നത് അപ്പനാ, ജീവിക്കുന്ന ക്രിസ്തുവാ. അവർ വേറെ ആരുടെ അടുത്തോട്ട് പോകത്തില്ല. ഇപ്പോൾ അപ്പൻ്റെ സ്വരം കേട്ടുകൊണ്ട് ചിലപ്പോൾ വചനത്തിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഓരോ കാര്യങ്ങളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചായിരിക്കും അവരെ കീഴടക്കുന്നത്. ഇങ്ങനെ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ട് പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഈ ധനവാനോട് ഈശോ പറയുന്ന അടുത്തൊരു കാര്യമുണ്ട്. ഇതെല്ലാം ഞാൻ പാലിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വീണ്ടും പറയുക, നിനക്കൊരു കുറവുണ്ട്, ആ കുറവും കൂടെ പരിഹരിക്കണം. അതായത് ഭൂമിയിൽ നിനക്കൊന്നും സ്വന്തമായിട്ട് ആഗ്രഹിക്കരുത്. ഒന്നാം പ്രമാണ ലംഘനമായ ദൈവം സൃഷ്ടിച്ച വസ്തുക്കളിൽ നീ ആശ്രയം വെക്കരുത്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ദൈവത്തെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിലും ഈ ഭൂമിയിൽ എന്തിനെങ്കിലുമൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കും. അത് വിട്ടുകൊടുക്കാൻ നമുക്ക് മനസ്സില്ല. അല്ലെങ്കിൽ നമ്മുടെ ആശ്രയം ചിലപ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ധനമായിരിക്കും. ഒരിക്കൽ ഒരു കോടീശ്വരനായ ഒരു അപ്പൻ്റെ ഒരേ ഒരു മകൻ പെട്ടെന്നൊരു ഷോക്കടിച്ച് അമൃത ഹോസ്പിറ്റലിലായി. അപ്പം അമൃതയിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ പറഞ്ഞു രക്ഷപ്പെടത്തില്ല, 2-3 മണിക്കൂർ മാത്രമേ ഇനി ജീവിച്ചിരിക്കൂ, 2-3 മാത്രമേ ജീവിച്ചിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്നെ അറിയുന്ന ഒരു പെങ്കൊച്ച് ആ കുടുംബത്തിലുണ്ടായിരുന്നു. അവൾ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ ഒരു വലിയൊരു അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഞങ്ങൾ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ അവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഓർത്തു ഇവിടെ കൊണ്ടുവന്ന് ഈ മകന് ജീവൻ ഇവർ തിരിച്ചു കൊടുക്കും എന്നാണ്
ഞങ്ങൾ വിചാരിച്ച്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർമാർ പറയുന്നത് ഇവനെ രക്ഷിക്കാൻ സാധിക്കത്തില്ല, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ. ഞാനാ ചോദിച്ചു, ഏറ്റവും വലിയ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടും നിൻ്റെ കസിനെ രക്ഷിക്കാൻ പറ്റുന്നില്ലേ? കാരണം അവരുടെ ആശ്രയം മുഴുവനും പണത്തിലായിരുന്നു. കോടികളുണ്ട്. പക്ഷേ ഈ കോടികളൊന്നും അവരുടെ കുടുംബത്തിലുള്ള ഒരാളുടെ ജീവനെ പോലും രക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷമാണ് അത്. ഈശോ ഒരു കൊച്ചു പ്രാർത്ഥന പറഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, പണത്തേക്കാൾ ഉപരി ദൈവത്തെ കൂട്ടുപിടിച്ചാൽ ഈ നിൻ്റെ കസിനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഈശോ പറയുന്നുണ്ട്. സാധിക്കുവാണെങ്കിൽ ചെയ്തോ. അങ്ങനെയുണ്ടെങ്കിൽ 3-ാം ദിവസം നിൻ്റെ ഈ കസിൻ മുറിയിലേക്ക് വരുമെന്ന് പറഞ്ഞു. എന്തായാലും കർത്താവ് അങ്ങനെ പറഞ്ഞു. എന്നെ അവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരിപൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. അന്ന് 3-ാം പൊക്കം എൻ്റെ 3-ാം പൊക്കം അവനെ നല്ല ഓർമ്മയിലേക്ക് തിരിച്ചു വന്നു. 3 മണിക്കൂർ പറഞ്ഞ മകൻ 3-ാം ദിവസം ആശുപത്രി വന്നിന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഒന്നും മാത്രമായി, അന്ന് വരെ അവർ ആശ്രയം വെച്ചിരുന്ന ഈ കോടികളൊക്കെ അന്ന് തൊട്ട് പയ്യെ മാറ്റാൻ തുടങ്ങി കർത്താവ്. ഈ കോടികളുണ്ടെന്നും ഒന്നും നേടാൻ പറ്റത്തില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഈ കോടീശ്വരനായ അപ്പനും ആ കുടുംബവും ഒരു തീരുമാനമെടുത്തു. ഇനി വേണ്ട, കോടികളുണ്ടാക്കുന്ന പണം ഇനി വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കാത്ത ബിസിനസ്സും പരിപാടികളും പയ്യെ ആ മകൻ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് ഇപ്പോൾ പരിപൂർണമായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നൊരു മകനായിട്ട് മാറി. ഈശോ പറയുന്നത് നമ്മളും പറയുന്നത് ഇതാ, നമ്മൾ തിരിച്ചറിയണം, നമ്മളോട് തന്നെ ചോദിക്കണം, എന്താണ് എനിക്ക് ഈശോയിലേക്ക് നടക്കാൻ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ? അതാണ് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അവിടുന്ന് നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വചനം തൊട്ടുള്ളത്. ഒരു നല്ല സമറിയാക്കാരൻ്റെ ഓമയിലോ അത് പറയുന്നത്. അവിടെ ചോദിക്കുന്നുണ്ട്, എന്താ നിത്യജീവൻ പ്രാപിക്കാൻ ചെയ്യേണ്ടതെന്ന്. ആ ഒരു ചോദ്യത്തിന് ഈശോ പറയുന്നത് എന്താ? നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. അല്ലേ? നമുക്ക് എത്രമാത്രം, നമ്മൾ എത്ര പേർക്ക് ഈ പൂർണ്ണ ഹൃദയത്തോടെ എല്ലാം മറന്ന് ഈ ലോകത്തുള്ള സകലതിനെയും വിട്ടുപേക്ഷിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം ഇതാണ്. അതായത് നമ്മുടെ ദൈവം, ജീവിക്കുന്ന ദൈവം, കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്ത് ജീവൻ നൽകിയ ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നിൻ്റെ മുമ്പിൽ വേറെ ഒരു ദൈവം ഉണ്ടാകരുത്. ഞാൻ നിനക്ക് വേണ്ടി വില കൊടുത്ത് വാങ്ങിയതായതുകൊണ്ട് നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ സ്നേഹിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതൊന്നാം പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, തൊടുപുഴയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞെടുത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. 25 കാര്യങ്ങൾ ഒന്നാം പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് തന്നത് മുഴുവനും ആരാ? ഈശോയ, അല്ലേ? അപ്പോൾ ആ ഈശോയെ എപ്പോഴും നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ആ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകുന്നത്. കാരണം ജീവൻ തന്നതും ജീവൻ എടുക്കാൻ കഴിയുന്നതുമായ ഈശോയ്ക്ക് മാത്രമേ നമ്മളെ സംരക്ഷിക്കാനും പരിപാലിക്കാനും വളർത്താനും ഉയർത്താനും കഴിവുള്ളൂ എന്ന ബോധ്യം മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണ് ഈ ലോകത്തിലായിട്ട് ജീവിക്കാനായിട്ട്, അവൻ്റെ തീരുമാനം അനുസരിച്ച് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ അതനുസരിച്ച് ജീവിക്കാൻ കടപ്പെട്ടിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ നമ്മളവനെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരാൻ സാധിക്കും. ഒത്തിരി മാറ്റങ്ങൾ കർത്താവ് കൊണ്ടുവരും. പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുത്താൽ മതി. അതിൽ കയ്യിലെ ഉപകരണമായിട്ട് മാറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു നഴ്സിംഗ് കൊച്ച് ഏകദേശം റാങ്ക് ഹോൾഡറാണ്. പക്ഷേ ഈ മകൾ ILTC പരീക്ഷ എഴുതിയിട്ട് 4-5 പ്രാവശ്യം എഴുതിയിട്ടും ജയിക്കുന്നില്ല. കാരണം അവൾക്ക് ഒരു മാർക്കിന് പോകുകയാണ്. അപ്പോൾ അവൾ അങ്ങനെ ഒരു പ്രാവശ്യം ആരോ പറഞ്ഞു കൊടുത്തിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ പറയുക, അഹങ്കാരമാണ്. കാരണം റാങ്ക് ഹോൾഡർ ആയതുകൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട്
എനിക്ക് നേടിയെടുക്കാം പറ്റും എന്ന് അവളുടെ ചിന്തയുണ്ടായിരുന്നു. എൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുക്കാമെന്ന് പറ്റുന്ന ഒരു ചിന്ത അവൾ കയറിക്കൂടിയപ്പോൾ അത് ഒരു ഒന്നാം പ്രമാണ ലംഘനം തന്നെയാണ്, അഹങ്കാരം. അപ്പോൾ അങ്ങനെ അവൾ ചിന്തിച്ചുകൊണ്ട് 4 പ്രാവശ്യം എഴുതിയിട്ടും ജയിക്കാതിരുന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മോളെ നിനക്കെല്ലാം തന്നതാരാ? ആരാ ബുദ്ധി തന്നത്? ആരാ ബുദ്ധി തന്നത്? ഈശോയാ. ആണോ? ഈശോയാണ് ബുദ്ധി തന്നത്. നമ്മളത് ഉപയോഗിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായിട്ടും ഉയർച്ചയ്ക്കായിട്ടും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്, ദൈവത്തോടാണ്. ആ ഒരു മനോഭാവത്തിലൂടെ അവൾ പോയി നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് അടുത്ത പ്രാവശ്യം പരിപൂർണമായിട്ട് ഈശോയ്ക്ക് കൊടുത്ത്, ഈശോയെ നീ പരീക്ഷ എഴുത്, നീ തന്നെയാണ് ജയിക്കുന്നത്, നീ തന്നെയാണ് ഇതിൻ്റെ എല്ലാം എന്ന് അവൾ പ്രാർത്ഥിച്ചൊരുങ്ങി വീണ്ടും പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ആ എക്സാം പാസ്സാകാൻ പറ്റി. ഇന്ന് അവൾ UK നല്ലൊരു ജോലിയുമായിട്ട് ജീവിക്കുക. അതിനുശേഷം ആ ബോധ്യത്തോടെ ദൈവമാണ് എല്ലാത്തിൻ്റെയും കാരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഈശോയാണ് എല്ലാം നടത്തിത്തരുന്നതെന്ന് ബോധിക്കൊണ്ട് അവൾ അടുത്ത പരീക്ഷയ്ക്ക് പോയപ്പോഴും പെട്ടെന്നുള്ള പരീക്ഷ ആയതുകൊണ്ട് വേണ്ടത്ര ഒരുങ്ങാൻ പറ്റിയില്ല. പക്ഷേ അവൾ പറഞ്ഞു, എൻ്റെ ഈശോ പരീക്ഷ എഴുതുന്നുണ്ട്, ഈശോ തീർച്ചയായിട്ടും വിജയം വരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പരീക്ഷ എഴുതി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ നോട്ടത്തിൽ പരീക്ഷ ബുദ്ധിമുട്ടാണ്, പക്ഷേ അരമണിക്കൂറിൽ റിസൾട്ട് വന്നപ്പോൾ അവർക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് കിട്ടി. അതിൽ പിന്നെ അവൾ ഈശോയെ വിട്ടുള്ള കളികളില്ല. അവൾ അഹങ്കാരമൊക്കെ മാറ്റിക്കൊണ്ട് പരിശുദ്ധി അമ്മ എളിമപ്പെട്ടതുപോലെ എളിമപ്പെട്ടുകൊണ്ട് ഈ മകൾ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അവളെ പെട്ടെന്ന് ഉയർത്തി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്കറിയാം, നരകത്തിലേക്ക് നമ്മളെ തള്ളിയിടുന്ന ഒരു വലിയ പാപമാണെന്ത്? നാവിൻ്റെ ദുരുപയോഗം. നാവിൻ്റെ ദുരുപയോഗം നമ്മൾ പ്രത്യേകമായിട്ടത് മനസ്സിലാക്കണം, ഇല്ലേ? യാക്കോബ് 1:26, യാക്കോബ് 1:26 ഇല്ലേ? നമ്മളൊക്കെ പറയാറുണ്ട് അല്ലേ? എന്താണ്? താൻ 26 താൻ ദൈവഭക്തനാണെന്നൊരു വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. നമ്മുടെയൊക്കെ പ്രശ്നം ഇതാ. ഞാൻ പറഞ്ഞില്ലേ, 24 വർഷം മുമ്പ് ഈശോയുടെ അനുഗ്രഹം പ്രാപിച്ച് ജീവിക്കുന്ന മകൻ എന്നെ എപ്പോൾ കണ്ടേലും പറയുന്നൊരു കാര്യം ഇതാ, അച്ഛാ എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം, നീ ദൈവത്തിനെ മഹത്വപ്പെടുത്തുക. അതായത് നന്ദി പറയാൻ മാത്രമേ നമ്മുടെ ജീവിതമുള്ളൂ. ഈ ഭൂലോകത്തിൽ എത്രമാത്രം നമ്മൾ നന്ദി പറയുന്നുവോ അത്രമാത്രം അനുഗ്രഹം നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അരമണിക്കൂർ ഈ അപ്പനും മക്കളും കൂടി ഇരുന്ന് ദൈവത്തിന് നന്ദി പറയുക. അതിനുശേഷം പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ടാണ് 5:30 കുർബാനയ്ക്ക് പോകുന്നത്. ഏകദേശം പണ്ടത്തെ കാലത്ത്, ആദ്യത്തെ കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് 2 മണിക്കൂർ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് ഈ മകൻ ദേവാലയത്തിലേക്ക് പോയത്. അപ്പം അങ്ങനെ ആ ശീലം ഇന്ന് തുടർന്നു, ഇന്നുമുണ്ട്. അപ്പം മകൻ പറയുന്നൊരു കാര്യമാണ്, ഒരിക്കൽ പോലും നാവിനെ ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യരുത്. ഈ നാവ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നന്ദി പറയുവാനുമാണ്, അല്ലേ? നമ്മളൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമുക്കിപ്പം നമ്മുടെ ഓരോ പള്ളിയിൽ പോയി കാണുമ്പം വിശുദ്ധ കുർബാനയും സ്വീകരിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങിയിട്ടുള്ള പണി എന്താ? കുറ്റം പറച്ചിലല്ലേ, അല്ലേ? പരദൂഷണം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള, അല്ലേ? ഈശോയെ സ്വീകരിച്ച് ഈശോ വസിക്കുന്ന ആ ശരീരം കൊണ്ട്, ആ നാവ് കൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്, അല്ലേ? നമ്മുടെ നോട്ടവും ആ നിപ്പൊക്കെ കണ്ടാൽ എന്താ? ഏറ്റവും പള്ളി വന്ന് ഏറ്റവും ഫ്രണ്ട് നിൽക്കും. ഇത് കഴിഞ്ഞിട്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങി അടിയും ബഹളമൊക്കെ നടത്തുന്നത്. ഈശോ എന്താ ആഗ്രഹിക്കുന്നത് പറഞ്ഞത്? ദൈവഭക്തനാണെന്ന് സ്വയമേ പറയുന്നുണ്ട്, പക്ഷേ പ്രവൃത്തി അതിന് വിപരീതമാണ്. വീണ്ടും യാക്കോബ് 3:6 പറയുന്നുണ്ട്. 3:6 നോക്കി, 3:6 യാക്കോബ് 3:6. നാവ് തീയ, ഇല്ലേ? ആണോ? നാവ് തീയ. ഇന്നലെ വൈകുന്നേരം ഞാനൊരു വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയപ്പോൾ
അവിടുത്തെ മക്കൾ പറയുക, അമ്മേ ദൈവത്തെ ഓർത്ത് അമ്മ അതും ഇതും പറയരുത്, കാരണം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും, പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. അമ്മയുടെ നാവ് അങ്ങനെയാണ്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടു നാവിനെ ശ്രദ്ധിക്കണമെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞുകൊണ്ട് ആ മകള് പെട്ടെന്ന് പറയുക, ശരി അച്ഛാ, ഈ അമ്മ പറയുകയാണ്, ഓ നീ ഭക്ഷണം കഴിച്ചാലേ നിൻ്റെ വയറൊട്ടിപ്പോന്ന് പറഞ്ഞ് ഇപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ മേല. കുറേ വർഷമായിട്ട് അവൾ അനുഭവിക്കുന്നൊരു പീഡയാണ്. അപ്പോൾ എപ്പോഴും അവൾ പറയും ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ആ നാവ് അല്ലേ ദൈവത്തെ സ്തുതിക്കാനായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ നാവ് കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്താ, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായി അത് ശരീരം മുഴുവനും മലിനമാക്കുന്നു. നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴുപ്പിക്കുന്നു. മിസ്റ്റിക്കുമാർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. മിസ്റ്റിക്കിന് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം ഇതാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ 10 പ്രമാണങ്ങൾ അനുസരിക്കുന്ന വ്യക്തിയും ചില സമയത്ത് അവിടെ ഈശോ കാണിച്ചു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. ഈ മരിയസമ്മയ്ക്ക് നരകത്തിൽ പോകാനായിട്ട് ചില വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ അവരെ കണ്ടാൽ ഏറ്റവും നല്ല ഭക്തി, വിശ്വാസത്തിലും സ്നേഹത്തിലും എല്ലാ കാര്യത്തിലും 10 പ്രമാണവും അനുസരിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇവരുടെ നാവ് ശരിയില്ലാത്തത് കൊണ്ട് അവരെ നിത്യ നരകത്തിലേക്ക് തള്ളി ഇട്ടതായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു സത്യമാണ്. ഈ നാവ് കൊണ്ടാണല്ലോ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അല്ലേ? ഒരു കുടുംബത്തിലാണേലും ഈ നാവിൻ്റെ ഉപയോഗം കൂടുമ്പോഴാണ്. ആണോ ഭർത്താവും ഭാര്യയും കൂടെ തമ്മിൽ അടിക്കുന്നത് എപ്പോഴാണ്? ഒരാളൊന്ന് പറഞ്ഞിട്ട് അടുത്തയാൾ 2 തിരിച്ച് പറയും. ഇതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. പക്ഷേ അതവിടെ നിർത്തിയാൽ, ഈ നാവിനെ വേണ്ട രീതിയിലൊന്ന് ഉപയോഗിച്ചാൽ അവിടെ കൃപയാണ് വളരുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞെന്തേ, നിങ്ങളുടെ ഉത്തരങ്ങൾ അതെയെന്നോ അല്ല എന്നോ മാത്രമായിരിക്കണം. കൂടുതൽ സംസാരിക്കുന്നവർ കൂടുതൽ പാപം ചെയ്യുന്നു. കൂടുതൽ സംസാരിക്കുന്നവർ കൂടുതൽ പാപം ചെയ്യുന്നു. കാരണം എന്താ? നമ്മൾ പറയുന്ന ഓരോ വാക്കും ഓരോ സെൻറ്റൻസും ഒക്കെ അത് ദൈവം ആഗ്രഹിക്കുന്നതാണോ മറ്റുള്ളവർക്ക് നന്മയായിട്ടുള്ളതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യുവാൻ. അതുകൊണ്ട് ഈശോ ഈ സമൂഹത്തോട് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിധ നമ്മുടെ നാവിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട്. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13, റോമ 3:13 ഓർക്കേണ്ട ഒരു സത്യമാണ്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അത് അവരുടെ നാവ് അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു. അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമാണ് അല്ലേ? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു. അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. ദൈവജനമേ, ഈശോ ഇന്ന് നമ്മോട് പറയുന്നതും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇതാ. ഈ പ്രമാണങ്ങൾ അതുപടി അനുസരിക്കുക മാത്രമല്ല, ദൈവം തന്ന നമ്മുടെ ശരീരത്തിലൊരു അവയവമായ ഈ നാവിനെ ഉപയോഗിക്കുന്ന രീതി നമ്മളൊന്ന് മാറ്റി പിടിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുക. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടുള്ളതാകട്ടെ, മറ്റുള്ളവരെ മുറിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാകരുത്, പരദൂഷണം പറയാൻ വേണ്ടിയിട്ടുള്ളതാകരുത്. മറിച്ച് ദൈവമഹത്വത്തിനും മറ്റുള്ളവർക്ക് നന്മയ്ക്കും പ്രാർത്ഥനയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് നമ്മുടെ ജീവനെ മാറ്റണം. നമുക്കറിയാം, നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കാനായിട്ട് വേണ്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതെന്ന് പറഞ്ഞു, നിത്യജീവൻ നമുക്ക് ദൈവം ദാനമായി നൽകുന്ന ഒന്നാണ്. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 10 പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട്. വീണ്ടും നിത്യജീവന് വേണ്ടി നമുക്ക് തരുന്നതാണ്. യോഹന്നാൻ 6:54 പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാനം ഇറങ്ങിയിരിക്കുന്നൊരു ബുക്ക്, കരുണ്യയുടെ അവസാന മണിക്കൂർ. ആ ബുക്കിനകത്ത് സ്വർഗത്തിലേക്ക് കയറാനായിട്ട് സ്വർഗം നോക്കുന്ന 3 കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. അത് 1,
വിശുദ്ധ ബലിയാണ്. ഓർക്കണം, സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് വിശുദ്ധ ബലി. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് വിശുദ്ധ ബലി. ആ പാലത്തിൻ്റെ കൈപ്പിടിയാണ് പരിശുദ്ധ ജപമാല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? സ്വർഗത്തിൽ നിന്ന്, അതായത് ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന ഓരോ മകനും മകൾക്കും സ്വർഗത്തിലേക്ക് പോകുവാനുള്ള പാലമാണ് വിശുദ്ധ കുർബാന. അത് വിശുദ്ധിയോടെ, സ്നേഹത്തോടെ, ഹൃദയം കൊണ്ട്, കാഴ്ചക്കാരല്ല, ഹൃദയം കൊണ്ട് നമ്മൾ അർപ്പിക്കുമ്പോഴാണ് എവിടെ പോകാൻ പറ്റുന്നത്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധ്യമാകുന്നത്. അങ്ങനെയെങ്കിൽ ആ പാലത്തിൻ്റെ കൈപ്പിടിയാണെന്ത്? ജപമാല. ജപമാല, ആ വചനം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എപ്പോഴും പറയുന്നത്, എപ്പോഴും എവിടെയാണെങ്കിലും പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ പറയുന്നുണ്ട്, ജപമാല ചെല്ലുക, ജപമാല ചെല്ലുക, ജപമാല ചെല്ലുക. അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയിലേക്ക് നടക്കുക. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ 15 കോടി ജപമാല തുടങ്ങിയിരിക്കുക. അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 15 കോടി ജപമാല ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ കേട്ടായിരുന്നോ? കേട്ടു. ചെല്ലാൻ തുടങ്ങിയോ? ചെല്ലാൻ തുടങ്ങിയില്ലേ? ഇങ്ങനെയൊക്കെ എന്തേരെ പറയുന്നത് അല്ലേ? ഇങ്ങനെയൊക്കെ എന്തേരെ പറയുന്നതാ? എന്തിനാ? ഇനി അടുത്ത 5 വർഷം നിങ്ങൾ ഓർത്തോളുക, അതിഭീകരമായിരിക്കുമെന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ. നമുക്കിപ്പം തന്നെ നിൽക്കുന്ന ഇപ്പിട്ടും ഞാനും ഒന്ന് അനുഭവിച്ച ഒരു 2 മിനിറ്റ് നേരത്തേന് ഒരു ശ്വാസം വിട്ടാൽ അന്നേരം തീർന്നു, താഴെ വീഴും. അത് ഞാനാണേലും നിങ്ങളാണേലും. ഒന്ന് ശ്വാസം ഒറ്റ സെക്കൻഡ് ഒന്ന് പോയാൽ മതി, താഴെ വീഴും. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. ഒരു കൊമ്പനും ഇല്ല, എന്നാ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് വരാൻ പോകുന്ന പ്രഹരത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ വിശ്വാസത്തോടെ കർത്താവിൻ്റെ കയ്യിൽ പിടിച്ച് നടക്കുവാൻ വേണ്ടിയിട്ടും എൻ്റെ പൊന്നുമക്കളെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊള്ളുക. ജപമാല ചൊല്ലി ഏത് ശത്രുവിനെ കീഴടക്കുവാൻ ശക്തിയുള്ള ആയുധമാണ് ജപമാല. ഒത്തിരി സത്യങ്ങൾ നമ്മൾ വാട്സപ്പ് വഴിയും സഭാചരിത്രത്തിലൂടെയൊക്കെ വായിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജപമാല ചെല്ലാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സ്വർഗത്തിലേക്കുള്ള 2 കാര്യങ്ങൾ? എന്താ? ഒന്ന് വിശുദ്ധ കുർബാന, വിശുദ്ധിയോടെ അർപ്പിക്കണം. അവിടെ ഈശോ അതിന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: നീ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്ന പക്ഷം നിൻ്റെ ബലിവസ്തുക്കൾ അവിടെ വെച്ചിട്ട് അവളുമായി രമ്യപ്പെട്ടതിന് ശേഷം മാത്രം പോയി ബലിയർപ്പിക്കും. ഇപ്പോൾ ചുമ്മാ നോർത്തേ ശരിയായിട്ടാണോ നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുന്നത്? ആണോ? ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകൾ എന്തേരം ഉണ്ടെന്ന് നോക്കി. ഇതുവരെ ക്ഷമിക്കാത്ത, നമ്മളെ വേദനിപ്പിച്ചവരെ ക്ഷമിക്കാത്ത എത്ര മേഖലകളുണ്ടെന്ന് നോക്കി, വ്യക്തികളുണ്ടെന്ന് നോക്കി. പണ്ട് ഈശോ പറഞ്ഞതുണ്ട്, വെറുതെ ബലി അർപ്പിച്ചൊരു കാര്യമില്ല. ഈശോ അർപ്പിച്ചതുപോലെ അവസാന ശ്വാസത്തിലും ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ബലി പൂർത്തീകരിച്ചത്. ആ ബലി പൂർത്തീകരിച്ചപ്പോഴാണ് സ്വർഗം തുറക്കപ്പെട്ടതും അനുഗ്രഹം വർഷിക്കപ്പെട്ടതും. ഇതുപോലെ നമ്മളിന്ന് ബലിയർപ്പിച്ചിട്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സൗഖ്യപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം നമ്മൾ ക്രിസ്തു ആഗ്രഹിക്കുന്ന പോലെ ഒരു ബലി അർപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനി വീണ്ടും ഈശോ പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ? 1 കൊരിന്ത്യസ് 11:27 പറയുന്നുണ്ട്, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. 11:27. സത്യം പറഞ്ഞാൽ ഒരു ബലി അർപ്പണത്തിലൂടെ എല്ലാ കെട്ടുവഴിയും എങ്ങനെ വേണം അർപ്പിക്കാൻ? ഈശോ ആഗ്രഹിക്കുന്ന പോലെ. നമ്മൾ രോഗസൗഖ്യത്തിനായിട്ട്
ബലിയർപ്പിക്കാൻ പോയാലും നമ്മുടെ രോഗം മാറുന്നുണ്ടോ? നോർത്ത് നമുക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും പള്ളി വരുന്നവരാ, അല്ലെങ്കിൽ പ്രോഗ്രാമിന് വരുന്നവരാ. എന്നിട്ട് വിശുദ്ധ ബലിക്ക് ഇന്നിപ്പം വിശുദ്ധ ബലിയുണ്ട്. ആ സമയത്ത് നമുക്കറിയാം, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ബോധ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി നമ്മോട് പറയുക, ഈ പാപം വെച്ചുകൊണ്ട് എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാമെങ്കിലും നമ്മളെന്ത് ചെയ്യും? വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമല്ലേ? അത് ഈശോ പറഞ്ഞ എന്ത്? അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ. നമ്മുടെയൊക്കെ പ്രശ്നം അതാണ്. അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അത് അനുഗ്രഹത്തിന് പകരം തകർച്ചയ്ക്ക് കാരണമാകുമെന്ന സത്യം തിരിച്ചറിഞ്ഞോണം. ആദ്യമേ വിശുദ്ധ കുർബാന സ്വീകരിച്ച വ്യക്തി ആരാ? യൂദാസ് പാപം ചെയ്തതൊന്നും പറഞ്ഞില്ല. അവൻ്റെ ഉള്ളിലൊരു ഉണ്ടായിരുന്നു. എന്താ? കർത്താവിനെ ഒറ്റിക്കൊടുക്കണമെന്ന്. അയോഗ്യതയോടെ അവൻ ഈശോ കൊടുത്ത ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അവൻ ആ ആഗ്രഹിച്ചിരുന്ന കാര്യം ചെയ്യുവാനായിട്ട് അവിടെ നിന്ന് ഇരുട്ടിലേക്ക് ഇറങ്ങി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വിശുദ്ധിയില്ലാതെ, വേണ്ടത്ര ഒരുക്കമില്ലാതെ, പ്രാർത്ഥിച്ചൊരുങ്ങാതെ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ, ക്ഷമിക്കാതെ, സ്നേഹിക്കാതെ ബലിയർപ്പിക്കുമ്പോൾ ഈ സത്യം തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ പറഞ്ഞതുപോലെ വിശുദ്ധ ബലി വിശുദ്ധിയോടെ അർപ്പിച്ച് വേണം ഈ ഭൂമിയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേരാൻ. അതിനുള്ള അതാണ് അല്ലേ? ഇനി അവിടുന്ന് 11:30 പറയുന്നുണ്ട്, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിന് കാരണം, മരിച്ചു പോയതിനും കാരണം ഈ ഒരു പാപത്തോടെ അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചതുകൊണ്ടാണ് അല്ലേ? നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക, ഇത്രമാത്രം കൂദാശ സ്വീകരിച്ചിട്ടും നമ്മളൊക്കെ എത്ര വർഷമാണ് ഇവിടെ കിടക്കേണ്ടി വരുന്നത്? നിങ്ങൾ വായിക്കുക അല്ലെങ്കിൽ വിലപിക്കും എന്ന ബുക്ക് വായിച്ചിട്ടുണ്ടോ? അതിനകത്ത് സിസ്റ്ററിനെ പറ്റി പറയുന്നുണ്ടോ? ഉണ്ട്, കണ്ടിട്ടില്ലേ? അപ്പം ഓർത്തോണേ, അച്ഛന്മാരായ ഞങ്ങളും സിസ്റ്റേഴ്സായ ഇവരൊക്കെ ദിവസവും ബലി അർപ്പിക്കുന്നവരാണേലും, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തികളാണേലും, അന്ന് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ആത്മാവ് പറഞ്ഞു കൊടുത്ത് 40 വർഷം സിസ്റ്റർ ശുദ്ധീകരണ സ്ഥലത്തായിരുന്നു എന്ന്. എങ്ങനെയാ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം വായിച്ചതാ, 700 വർഷം ശുദ്ധീകരണ സ്ഥലത്ത്. ഇനി പൗസീനായിക്ക് വിശുദ്ധ ജീവൻ നയിക്ക് പൗസീനായിട്ട് ചോദിച്ചു, സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് പൗസീനായിട്ട് ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്, മകളെ, നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തുള്ള വേദനകൾ, പീഡകൾ വേണോ, അതോ ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു ദിവസം വേണോ? നമ്മൾ ഓർക്കുന്ന ഒരു ദിവസം മതി എന്നല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് അല്ലേ? പക്ഷേ ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ടും ഈശോയുടെ സ്നേഹം കൊണ്ട് പറഞ്ഞു, നീ ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ സഹിക്കേണ്ടത് സഹിച്ചാൽ മതിയെന്ന്. അത്രമാത്രം കഠിനമായി ചിന്തിക്കരുത്. ഇനി മറ്റൊന്നും കൂടെ പറയാം. അതായത് ഈ ഇടയ്ക്ക് വിശുദ്ധിയായ ഒരു അമ്മയുടെ മുമ്പിൽ ഒരു ബിഷപ്പ് മരിച്ച് 2ാം പൊക്കം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അമ്മേ, ഈശോ അനുവദിച്ചിട്ടേ അങ്ങ് സംഭവിക്കത്തുള്ളൂ. അവിടെ പറയുകയാണ്, അമ്മേ, ഞാൻ 80 വർഷമായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലായിരുന്നു. അന്നേരം അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിതാവ് മരിച്ചിട്ട് 2 ദിവസമായതുള്ളൂ. എന്താണ്? പിതാവ് മരിച്ചിട്ട് 2 ദിവസമായതേ ഉള്ളൂ. പക്ഷെ പിതാവ് ഈ വിശുദ്ധയായ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞതെന്താ? ഞാൻ 80 വർഷം ശുദ്ധീകരണ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഓർത്തു കൊള്ളണം, ശുദ്ധീകരണ സ്ഥലത്ത് പോകാനിരിക്കുന്നവർ ഓർത്തു കൊള്ളണം, നല്ല സുഖമായിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചൂട് കൂടിയിട്ടുണ്ട്, കാരണം അവിടെ നന്നായിട്ട് കത്തുന്നുണ്ട്. ഞാൻ സിമ്പിൾ സിരിപ്പിക്കാൻ പറയുന്ന പോലെയാണ് അല്ലേ? അവിടെ നന്നായിട്ട് കത്തുക. അല്ല, എല്ലാവരും പോയി അവിടെയല്ലേ അല്ലേ? അഗ്നി തടാകമെന്ന ബൈബിൾ മൊത്തം വായിച്ചാൽ അറിയാം അല്ലേ? അവസാനത്തെ തുട്ടുപോലും കൊടുക്കാതെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല അല്ലേ? അപ്പം അതുകൊണ്ട് അമ്മായിമ്മ പോലെ എടുക്കുന്നവരും മരുമോളിൻ്റെ പോലെ എടുക്കുന്നവരും അല്ലേ, ഭാര്യയെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്ന ചേട്ടന്മാരൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം. കാരണം ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇനി രണ്ടാമതായിട്ട് അരമണിക്കൂർ കൊണ്ട് ഞാൻ സെക്കൻഡ് സ്റ്റേജ് ഒന്ന് എടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇനി മൂന്നാമത്തേത്
നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള മൂന്നാമത്തെ ഘടകമാണ് നന്മയുടെ പ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക. മത്തായി 25:31 മുതലുള്ള ആ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ട്, അവസാന വിധിയിൽ ചോദിക്കുന്ന ചോദ്യമൊക്കെ പറയുന്നുണ്ട് അല്ലേ. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് ചെയ്തു കൊടുത്തതൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അല്ലേ, എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അല്ലേ. ദൈവം നമുക്ക് തരുന്നതൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും നന്നായി ഉറക്കം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് എഴുന്നേറ്റ് മോനെ, നമുക്കൊന്നൊരു പാട്ടൊന്ന് പാടാം. ചെകുത്താൻ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം കേട്ട് രക്ഷപ്പെട്ടാൽ നരകത്തിൽ ആൾ കുറയും ഇല്ലേ. അങ്ങനെയാണ്, ഇതെപ്പോഴും അങ്ങനെയാണ്. ഹല്ലേലൂയ. ഒറ്റപ്പാട്ട് ഒരു 4 ലൈൻ അങ്ങ് അടിച്ച് തകർത്ത് പാട്ടിക്ക്, കയ്യും കൊട്ടി. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. ജീവനോടെ ഒന്ന് കൈകൊട്ടിക്ക്. വിടുതൽ എല്ലാവരും ജീവനോടെ ഒന്ന് കൈകൊട്ടിക്ക്. തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യത ബന്ധനത്തിൽ നിന്നു വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. ഹല്ലേലൂയ. ഇരിക്കാം, ഇരിക്കാം. ഇനി ഈ 3 കാര്യങ്ങൾ പറയുകയാണ്. നന്മ ചെയ്യുക. ഒന്ന്, ഒരിക്കൽ കൂടി ഒന്ന് പറയുകയാണ്, വിശുദ്ധ ബലി വിശുദ്ധിയോടെ അർപ്പിക്കുക. ജപമാല ഭക്തിയോടെ ചൊല്ലി തീർക്കുകയല്ല, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ഈ ഭൂമി ജീവിച്ചിരിക്കുന്നോളം കാണിച്ച് അതെല്ലാം പാപങ്ങളുടെ മോചനത്തിനായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒന്ന് നമുക്കറിയാം, നിങ്ങളെല്ലാം പറഞ്ഞു ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകാനാണ് എല്ലാവർക്കും താല്പര്യമെന്ന്. സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു അപ്പച്ചനോ അമ്മച്ചിയോ കിടപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? രോഗിയായിട്ട് കട്ടിലെ കിടപ്പുണ്ടെന്ന് വിചാരിച്ചു, എന്തായിരിക്കും സ്ഥിതി? ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കാതെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ശുദ്ധീകരണ സ്ഥലത്ത് കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ സ്വന്തമാവോ? നന്നായിട്ടാ പോവോ? സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, പച്ച മലയാളത്തിൽ പറഞ്ഞു തരാം. അതായത് തലമുറയായിട്ട് ഒഴുകിയിറങ്ങേണ്ട അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ വിശുദ്ധ ജീവൻ നയിച്ച് സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചാൽ മാത്രമേ ഈ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരത്തുള്ളൂ. നമുക്കറിയാം, നമ്മുടെയൊക്കെ മക്കൾക്ക് അല്ലേ, ഈ കാലഘട്ടത്തിലെ പറയാൻ പറ്റിയത്തില്ല, പക്ഷേ പഴയ കാലത്തിലൊക്കെ അല്ലേ, അപ്പനും അമ്മയും ഒരു മകളെയും മകനെയൊക്കെ കെട്ടിക്കുമ്പോൾ അന്നേ ദിവസം രാവിലെ എന്ത് ചെയ്യും? ഉള്ളം കയ്യിലിരിക്കുന്ന അനുഗ്രഹം ഒന്ന് പകർന്നു കൊടുക്കുമോ? കൊടുത്തിട്ടുണ്ടോ ചേട്ടാ? ഉണ്ട്. രാവിലെ ആ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ തലയിലേക്ക് കൈവെക്കും. മകനെ, ഇതാ എൻ്റെ അനുഗ്രഹം മുഴുവനും നിനക്ക് ഞാൻ തരിക. നീ ഒരു തലമുറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു അനുഗ്രഹമായിട്ട് മാറുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ ജീവൻ നയിക്കാതെ പ്രമാണമനുസരിക്കാതെ പാപത്തിൽ മുഴുകി ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി സമ്പാദിച്ചത് നല്ല രീതിയിലല്ലെങ്കിൽ, നമുക്ക് വേണ്ടി നേടിത്തന്നത് നല്ല രീതിയിലല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന നമുക്ക് നല്ല ജീവിതം ആസ്വദിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഉത്തരമൊക്കെ നിങ്ങൾ പറഞ്ഞോണം, ഉത്തരം നിങ്ങൾ പറഞ്ഞോണം. അപ്പോൾ ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം. എന്നോട് ചോദിക്കാറുണ്ട് അനേകം, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു തരത്തിൽ ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾ എത്രമാത്രം അധ്വാനിച്ചിട്ടും ഈ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ വന്നത്? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ജോഷുവ 3:5 പറയുന്നുണ്ട്, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ അത്ഭുതങ്ങൾ സംഭവിക്കും അല്ലേ? നമ്മൾ വിശുദ്ധീകരിച്ചുകൊണ്ട് ആദ്യത്തെ ഘടകം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഈ ബന്ധനത്തിൽ നിന്ന്
മോചനം ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഘടകമാണ് നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. എന്ന് പറഞ്ഞാൽ നല്ലൊരു കുമ്പസാരം നടത്തണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുമ്പസാര സഹായി ഒരു കുടുംബത്തിൽ അവർ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കൊടുത്തു. അവർ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവ്, ഇതൊക്കെയാണോ? ഇതൊക്കെ പാപമാണെങ്കിൽ ഞങ്ങളുടെ കുമ്പസാരം ഇതുവരെയും ശരിയായിട്ടില്ല. നമ്മൾ തിരിച്ചറിഞ്ഞോണം, നമ്മുടെ കണ്ണിലൂടെ നോക്കുന്നതും നമ്മുടെ മനസ്സാക്ഷിയുടെ നോക്കുന്നതുമല്ല. ഗ്രന്ഥവുമുണ്ട്. ഗ്രന്ഥമെന്ന് പറഞ്ഞാൽ ബൈബിളാണ്. ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ദൈവം എഴുതി വച്ചിരിക്കുന്ന ആ ബുക്കിന് പറയുന്ന പേരാണ് ഗ്രന്ഥങ്ങൾ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. അന്ത്യവിധിയുടെ സമയത്ത് കർത്താവിൻ്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ഈ ഗ്രന്ഥം തുറക്കപ്പെടും. ആ ഗ്രന്ഥത്തിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത നന്മകൾ, നമ്മൾ ചെയ്ത തിന്മകൾ, എടുത്തു പറയാത്ത കുമ്പസാരിക്കാത്ത കാര്യങ്ങൾ എല്ലാം അവിടെ എഴുതി വച്ചിരിക്കും. അതിൽ നിന്ന് മോചനം പ്രാപിക്കുന്നില്ലെങ്കിൽ, അതിന് മോചനം പ്രാപിക്കാത്തതാണെങ്കിൽ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ശുദ്ധീകരണ സ്ഥലത്തിൽ. ഓർക്കണം, ദൈവം കരുണാമയനാണ്. പക്ഷേ അത് മരണത്തിൻ്റെ ലാസ്റ്റ് ശ്വാസം വരെ മാത്രമേ ഉള്ളൂ. അവ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കരുണയില്ല. ഓർത്തുകൊള്ളണം. പിന്നെ നീതിമാനായ ദൈവത്തിൻ്റെ നീതി മാത്രമേ ഉള്ളൂ. ആ സമയത്ത്, ആ തനത് വിധിയുടെ സമയത്ത് നമ്മുടെ നന്മയും നമ്മുടെ തിന്മയും നമ്മൾ പാലിച്ച കാര്യങ്ങളും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എന്തെന്നും തട്ടി നോക്കിയിട്ട് നീതിമാനായ ദൈവം, വിധിയാളനായ ദൈവം നമുക്ക് തരേണ്ടത് തരും. അതായത് എൻ്റെ പാപങ്ങൾക്കനുസരിച്ച് ഞാൻ 100 വർഷം ശുദ്ധീകരണ സ്ഥലത്ത് കടക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്വയം കർത്താവിൻ്റെ കണ്ണിലൂടെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ ആ 100 വർഷത്തിന് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് കടക്കാൻ വിധിക്കപ്പെട്ടതാ. ഓർക്കണം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 10, 30, 31, 32 പറയുന്നുണ്ട്, മരിച്ചതിന് ശേഷം ഒരു വ്യക്തിക്കും സ്വയമേ അവനെ തന്നെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. മരിച്ചവരെ രക്ഷിക്കാൻ സാധിക്കുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ, ജീവിച്ചിരിക്കുന്ന നമുക്ക്. അവർക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ അളവൊന്ന് കുറഞ്ഞു കിട്ടും. 100 എന്നുള്ളത് ചിലപ്പോൾ 50 ആകാം, 30 ആകാം, 20 ആകാം. അത് എത്രമാത്രം തീക്ഷ്ണതയോടെ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ അവരോടുള്ള സ്നേഹത്തെ പ്രതി തീക്ഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണോ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇവരുടെ ജീവിതങ്ങളൊക്കെ അനുഗ്രഹമായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. കർത്താവ് തന്നെ പഠിപ്പിച്ചതാട്ടോ. ഇത് പഠിപ്പിച്ചത് അതിൻ്റെ പൗരോഹിത്യം കഴിഞ്ഞിട്ട് തന്നെ വ്യക്തി ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ് ഇതുപോലെ പച്ചയായിട്ട് ഞാൻ പറയുന്നൊരു കാരണം. ചിലർ പറയാറുണ്ട് മരിച്ചാൽ അന്നേരം സ്വർഗത്തിൽ പോകുന്നു. അത് ആര് പറഞ്ഞാലും ഇല്ല. അത് പച്ചയ്ക്ക് ഞാൻ പറയുക, കടം വീട്ടാതെ പോകത്തില്ല. അത് ഓരോരുത്തരുടെയും ജീവിതമനുസരിച്ചാണ്. നമ്മുടെ വിശുദ്ധന്മാരുടെ ജീവിതം നോക്കിയാൽ തന്നെയും പൗസീനയാലും 1 ദിവസം കടന്നു എന്നാണ് പറയുന്നത്, പാദ്രിപിയ 3 ദിവസം കടന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ പാപികളായ നമ്മൾ എത്ര ദിവസം കിടക്കേണ്ടി വരും? പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധ ജീവിതം നയിക്കുക, പരിഹാരങ്ങൾ ചെയ്യുക, ചെയ്തു പോയ പാപത്തിനും കടങ്ങൾക്കുമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബലി അർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടും കുരിശിൻ്റെ വഴിക്ക് ചൊല്ലിക്കൊണ്ടും നമ്മൾ തന്നെ വിശുദ്ധീകരിച്ചാൽ കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും ശുദ്ധീകരണ സ്ഥലം. ഈ ലോകത്തിൽ കുറേ സമ്പത്തുണ്ടാക്കി വെച്ചുകൊണ്ട് കാര്യമില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അത് കള്ളന്മാർ മോഷ്ടിക്കും, ഇല്ലേ? ഇപ്പോഴൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് സ്വർണം. ആൾക്കാർ സ്വർണം പോലും ഇടാൻ പേടിക്കുക, കാരണം എപ്പോഴും അടിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിയാമല്ല. നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കുന്നത്. ഈശോ പറയുന്നതാ, കള്ളന്മാർ മോഷ്ടിക്കാത്ത, തുരുമ്പെടുക്കാത്ത സമ്പാദ്യം, അത് ആത്മീയ സമ്പാദ്യമാ. ഓരോ ദിവസം അർപ്പിക്കുന്ന ബലിയ, വിശുദ്ധിയോടെ അർപ്പിക്കുന്ന ബലിയ, നമ്മൾ പാലിക്കുന്ന നിയമങ്ങളാണ്. സഭ തരുന്ന നിയമങ്ങൾ നമ്മൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ്, പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പും നമ്മൾ ഓരോ ദിവസം വെക്കുമ്പോഴാണ് മരണത്തോടെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി തെളിയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവജനമേ, ഇത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഒത്തിരി വചനങ്ങൾ ഇതിനകത്തുണ്ട്, സമയം അധികമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്ന 1-2 കാര്യങ്ങളെ പറയാം. നമ്മൾ ഓർക്കണം, നമ്മൾ വിതച്ചതേ കൊയ്യത്തുള്ളൂ.
നമ്മുടെ മാതാപിതാക്കന്മാരായിട്ട് വിതച്ചത് തലമുറയിലേക്ക് കൊയ്യുള്ളൂ, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. എന്നാൽ എസെക്കിയേലിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ പറയുകയാണ്, ഒരപ്പന് 2 മക്കളുണ്ടായിരിക്കുകയും അപ്പൻ്റെ ദുഷ്ടത ഒരു മകൻ അനുവർത്തിക്കുകയും ചെയ്താൽ ആ തലമുറ നശിച്ചു പോകും. എന്നാൽ ഏതെങ്കിലും മകനോ മകളോ അപ്പൻ്റെ ദുഷ്ടത കണ്ട് ദൈവഭയത്തോടെ അതിൽ നിന്ന് മാറി നന്മ പ്രവർത്തിച്ചാൽ അവൻ്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് 3-4 തലമുറയെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ അത് വായിച്ചോണം, ഏതെങ്കിലും മക്കൾ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ 1000 തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. നമ്മൾ നെഗറ്റീവ് എടുക്കാതെ ഈ പോസിറ്റീവിലേക്ക് ഒന്ന് കയറിക്ക്. കടന്നുപോയവർക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതൊക്കെ അവരുണ്ടാക്കി തന്നതാ. ആണോ? അതെ. സാധാരണ സിമ്പിളായിട്ട് ഞാൻ പറയാം. സിമ്പിളായിട്ട് ഞാൻ പാലാ ശക്തിമറ്റം ധ്യാന കേന്ദ്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ പുരാണ ഫാമിലിയിലെ ഒരു ചേട്ടൻ, ഒരു മകൻ വന്നിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്നോട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ ചെകിടത്തൊന്ന് അടിക്കണം. ഞാൻ ചോദിച്ചു എന്തിനാണ്? ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തായിരുന്നു. അപ്പം പറഞ്ഞു, എന്താണെന്ന് പറയാം, അത് ഒന്നാമത്തെ അറിയാലോ, ഇപ്പോൾ തൊട്ടിട്ടേണ്ട പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇപ്പോൾ സമയമില്ല, ക്ലാസ് എടുക്കാൻ പോവാണ്, നീ പിന്നീട് എപ്പോഴെങ്കിലും വരാൻ പറഞ്ഞു. 2ാം പ്രാവശ്യം അടുത്ത മാസം അതേ സമയത്ത് ഈ മകൻ വന്നു. അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അവനെ ഇരുത്തി സംസാരിച്ചു. അച്ഛാ, ഞങ്ങളുടെ കുടുംബം 1500 ഏക്കർ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കുടുംബമാണ്. ഞങ്ങളായിരുന്നു പള്ളിക്കും സഭയ്ക്കൊക്കെ സ്ഥലം കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളുടെ കാരണവും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പറയുന്ന പോലെ സഭ കേട്ടോണം, അച്ഛന്മാരെ കേട്ടോണം. പക്ഷേ തലമുറ ആയിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേനും ആരും ഓർത്തിരിക്കാൻ ഇതൊക്കെ ഓരോരുത്തർ വരുന്നു. അപ്പോൾ ഇന്നത്തെ പോലെ ഓരോ കാര്യങ്ങൾ സമൂഹമായിട്ട് ചേർന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അന്നുണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ വെച്ച് ഇവർ ഓരോ വൈദികരെയും പീഡിപ്പിക്കാൻ തുടങ്ങി, ഓരോ വൈദ്യരെയും കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി, പിടിച്ചിട്ടടിക്കാൻ തുടങ്ങി. അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഏകദേശം 139 വൈദികരുടെ കണ്ണുനീര് ഈ തലമുറയിൽ വീണിട്ടുണ്ട്. അവരുടെ കുടുംബ യോഗത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, എന്നെ എടുത്ത് കാണിച്ചതാണ്. അപ്പോൾ അവൻ പറയുക, ഏതോ ഒരു ബ്രദർ പറഞ്ഞു, നീ 139 വൈദികരെ പീഡിപ്പിച്ചതിന് ശേഷം 1 അടി മേടിച്ചാൽ 139 അടി മേടിച്ചാൽ നിൻ്റെ ഈ കെട്ടഴിയും. അതുകൊണ്ട് ഈ മകൻ കെട്ടഴിക്കാൻ നടക്കുക അച്ഛന്മാരുടെ അടുത്ത് പോയിട്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമോത്തോട് ഞാനൊരു കാര്യം പറയാം, അഴിക്കാൻ പറ്റാത്ത ഒന്നാണ് സഭയ്ക്കെതിരെയുള്ള യുദ്ധം. അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും അവരുടെ കണ്ണുനീര് ഒരു തരത്തിലും വീഴാൻ അനുവദിച്ചാക്കരുത്. അനുഭവം കൊണ്ട് പറയുകയാണ്, ഒരു തരത്തിലും വീഴാൻ അനുവദിച്ചാക്കരുത്. നമ്മുടെ കുടുംബത്തിലൊക്കെ വൈദികരോട് യുദ്ധം ചെയ്ത കാരണവന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കർത്താവ് മാപ്പ് ചോദിക്കുക. ആ വൈദികരുണ്ടെങ്കിൽ അവരോട് പോയി മാപ്പ് ചോദിക്കുക. നമ്മൾ ഏതെങ്കിലും തരത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പ് ചോദിച്ചോണം. ഹല്ലേലൂയ. കേട്ട് പേടിക്കൊന്നും വേണ്ട. അഴിക്കാൻ പറ്റാത്തത് ഒന്നുമില്ല. ചിലതൊക്കെ സമയം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അഴിയും. അല്പം വേദനയോടെ, സങ്കടത്തോടെ, ഭാരത്തോടെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറയുക, 1500 ഏക്കർ ഉണ്ടായിരുന്ന ആ മകന് കയറിക്കിടക്കാനായിട്ടൊരു വീട് പോലുമില്ല. കുടുംബം തകർന്ന് തരിപ്പണമായി 4-5 തലമുറയായപ്പോഴത്തേനും. പ്രിയപ്പെട്ട മക്കളെ, ഓരോരുത്തരും പറഞ്ഞ ജീവിതാനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളൂ. സംശയമുള്ളവർക്ക് ആർക്കെങ്കിലും ഒന്നും കഥയൊന്നുമല്ല, ഇത് ജീവിത അനുഭവം തന്നെയാണ്. ഇതെല്ലാം ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്ന വേദനയാണ്. അപ്പോൾ അങ്ങനെ പ്രിയപ്പെട്ടവർ വേദനിക്കുമ്പോൾ ഓർക്കണം, സഭയ്ക്കും സഭാധികാരികൾക്കും സഭയിലെ മക്കൾക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അത് നിങ്ങൾ കരുണാമയന ഈശോയ്ക്കെതിരെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ദൈവമാണ് അതിൻ്റെയൊക്കെ കാരണക്കാരൻ, ദൈവമാണ് അതൊക്കെ നോക്കുന്നവൻ, ദൈവമാണ് അതൊക്കെ ഇളച്ചു തരുന്നവൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം. കർത്താവ് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്, സൗഖ്യദായകൻ ഈശോയ. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. തകരുന്ന കുടുംബങ്ങൾ എത്രയുണ്ടെങ്കിലും രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇനി
ജസ്റ്റ് അത് മാത്രം 15 മിനിറ്റ് കൂടെ ഉണ്ട്, നമുക്ക് അതൊന്ന് മാത്രം ഒന്ന് പറയുക. കാരണം നമ്മുടെ രോഗം കണ്ടുപിടിച്ചാൽ പോരാ, മരുന്നും കൂടെ വേണം. അതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് തന്നെ ഈ മരുന്നൊന്ന് പറഞ്ഞു തരികയാണ്. ഒന്ന്, നിങ്ങൾ ഓർക്കുക, നമ്മുടെ കുടുംബത്തിൽ ഏതവസ്ഥകളാണോ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. സാമ്പത്തിക മേഖലയാണെങ്കിൽ അത് സാമ്പത്തികമായ ക്രമക്കേട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കർത്താവിന് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം. ഇവ മദ്യത്തിൻ്റെ ദുരാത്മാക്കൾ നമ്മുടെ കുടുംബത്തെ വേട്ടയാടുന്നുണ്ടെങ്കിൽ മദ്യം കഴിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ആയിരിക്കുക. ചിലതൊക്കെ കുടുംബത്തിൽ ഓർക്കണം, ആ വ്യക്തികൾ ചെയ്ത പാപത്തിൻ്റെ ദുരന്ത ഫലം അവരനുഭവിക്കുന്നത്. പക്ഷേ അവരിലൂടെ വരേണ്ട അനുഗ്രഹത്തിന് പകരം അവരിലൂടെ കൊണ്ടുവന്ന തിന്മയുടെ ആധിപത്യം നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുന്ന നമുക്ക് അനുഗ്രഹത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തലമുറയിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് കുരിശിൻ്റെ വഴി എഴുതി വേണ്ടവർ എഴുതി വെച്ചോളുക. കുരിശിൻ്റെ വഴി ദിവസവും ചെല്ലുക. സാമ്പത്തികമുള്ളവർ സമ്പത്ത് കൊടുത്ത് കരുണയോടെ വിശുദ്ധ ബലി അർപ്പിക്കുക. അല്ലാത്തവർ ദിവസവും വിശുദ്ധ ബലി പങ്കെടുത്ത് ഞങ്ങളുടെയും ഞങ്ങളുടെ പൂർവികരുടെയും പാപത്തിന് പരിഹാരമായിട്ട് ഈ ബലി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കണം. സമർപ്പിച്ചാലേ അനുഗ്രഹമുള്ളൂ. നമ്മുടെയൊക്കെ പ്രശ്നം, നമ്മളെല്ലാം ഒത്തിരി ചൊല്ലിക്കൂട്ടുന്നുണ്ട്, പക്ഷെ സമർപ്പിക്കുന്നില്ല. കർത്താവ് പൊട്ടനായതുകൊണ്ടൊന്നും അല്ല കേട്ടോ, പക്ഷെ നമ്മൾ അത് സമർപ്പിക്കണം. ഇന്ന കാര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കണം. അപ്പോൾ ഏത് തരത്തിലുള്ള അസ്വസ്ഥതകളാണോ നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നത്, അതിൻ്റെ പരിഹാരം ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് അത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുമ്പോഴാണ് ഈ അനുഗ്രഹം ഒഴുകുന്നത്. ഇനി ഒന്നാം പ്രമാണ ലംഘനം ഉള്ള കുടുംബങ്ങളാണോ, ഒന്നാം പ്രമാണം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ തീർച്ചയായിട്ടും 5ഉം 6ഉം ഒക്കെ സംഭവിക്കും. അതങ്ങനെയാണ്, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് 1, 5, 6 പ്രമാണ ലംഘനങ്ങൾ ഒരു കുടുംബത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ദുരന്ത ഫലങ്ങൾ, ആ പൈശാചിക ബന്ധനം കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. 1, കുരിശിൻ്റെ വഴി. 2ാമതായിട്ട് പരിശുദ്ധ അമ്മ തൊടുപുഴയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പറഞ്ഞു കൊടുത്ത കരുണയുടെ ജപമാല, അപ്പൻ്റെ തലമുറയ്ക്ക് വേണ്ടിയും അമ്മയുടെ തലമുറയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട ഒരു ജപമാല, കരുണയുടെ ജപമാല പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. വിശുദ്ധ ബലി അർപ്പിക്കുക. പിന്നെ ദണ്ഡമോചന പ്രാർത്ഥനകളുണ്ട്, സഭ നൽകുന്ന ഒത്തിരി ദണ്ഡവിമോചന പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ നിരന്തരമായി ചെല്ലുക. ഇനി 1ാം പ്രമാണം ലംഘിച്ചവരാണെങ്കിൽ 7 പള്ളികൾ കയറി ഇറങ്ങി 33 വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടി, നഷ്ടപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസം ഏറ്റുപറയുമ്പോൾ അവിടെ കെട്ടുകൾ അഴിയാൻ തുടങ്ങും. ഇനി അതിശക്തമായ ഒരു ഒന്നാണ് മലയാറ്റൂർ മല. ഒരു 12 പ്രാവശ്യമൊക്കെ കയറി ഇറങ്ങിയ ഏത് കെട്ടും അഴിയും, ഉറപ്പ് വരാം. വിശ്വാസത്തോടെ പാപപരിഹാരം ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് കാൽവരിക്കുരിശിൽ പോയ പോലെ ഈ നമ്മുടെ കുടുംബത്തിൻ്റെ തലമുറയുടെ പാപഭാരം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കുരിശിൻ്റെ വഴിയും ചെല്ലി ഈ മലയാറ്റൂർ മലയൊന്ന് കയറി ഇറങ്ങിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. സംഭവിച്ചുള്ള വ്യക്തികളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കൂടുതൽ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും അല്ലേ, ഇത് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, ശരിയല്ലേ? പിന്നെ സഭ നമുക്ക് തന്നിരിക്കുന്ന ഒത്തിരി പ്രാർത്ഥനകളുണ്ട്, വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ ശാന്തമായിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ ശാന്തമായിട്ട് കുറേ വർഷങ്ങൾക്കുണ്ട്. ചിലതൊക്കെ ചിലപ്പോൾ 1 വർഷം, അതായത് പാപത്തിൻ്റെ തീവ്രത അനുസരിച്ചായിരിക്കും കെട്ട് അഴിയുന്നത്. പിന്നെ നമ്മൾ എത്രമാത്രം അല്ലേ, ഒരു കുടുംബത്തിലെ 4 പേരും കൂടെ ഒന്നിച്ച് ഒരു ഭാരം എടുത്തുമ്പോൾ പെട്ടെന്ന് മാറും. ഒരാൾ തന്നെ ഭാരം എടുത്താലോ മാറുമോ? ഇല്ല. അതുകൊണ്ട് ഒന്നു ചേർന്ന് ഒരു മനസ്സോടെ ഒരേ ഹൃദയത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇത്രയൊന്നും കാര്യങ്ങൾ ഷോർട്ടായിട്ട് നമ്മുടെ സമയത്തിൻ്റെ പരിധിയിൽ നമ്മളൊന്ന് പറയുക. നമ്മൾ ഓർക്കണം, നിരന്തരമായ പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇനി ഒന്ന് സംപ്രൈസ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. നിത്യജീവനിലേക്കുള്ള വഴി, നമ്മുടെ ഏറ്റവും ലക്ഷ്യം അതാ. ഈ ലോകത്ത് ജീവിച്ചിട്ട്, ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട്, മാമൂസ സ്വീകരിച്ചിട്ട് സ്വർഗത്തിൽ പോയില്ലെങ്കിൽ നമ്മുടെ വിളിക്ക് ഒരു കാര്യമില്ല, അല്ലേ?
നമ്മൾ വെറുതെ ജീവിച്ചിട്ട് മരിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഇവിടെ കൊണ്ട് തീരുന്ന വ്യക്തികളല്ല. നമ്മുടെ ജീവിതം ഇതിൻ്റെ അപ്പുറത്താണ്. മരണത്തിന് ശേഷമാണ്. മരണം എന്ന് പറയുന്നത് ഒരു ദിവ്യ സംഗമമാണ്. ഇത്രയും നാൾ നമ്മൾ ആർക്ക് വേണ്ടി ജീവിച്ചോ ആ വ്യക്തിയെ കണ്ടെത്തുവാനായിട്ടുള്ള മാർഗമാണ് മരണം. അതുകൊണ്ടാണ് മരണം ഈസ് ഈക്വൽ ടു ദിവ്യ സംഗമം. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച വ്യക്തിയാണെങ്കിൽ മരണത്തോടെ ആരെ കാണും? ക്രിസ്തുവിനെ കാണും. മരണം കണ്ടിട്ടുള്ളവരൊന്ന് കൈപ്പൊക്കാവോ? മരണം കണ്ടിട്ടുള്ളവർ, നേരിട്ട് കണ്ടിട്ടുള്ളവരുണ്ടോ? എങ്ങനെയുണ്ട്? ഭയപ്പെട്ടാണോ? വിഷമിച്ചാണോ? ചിരിച്ചുകൊണ്ടാണോ? എങ്ങനെയാണ് മരിക്കുന്നത്? ഞാനൊരു ജസ്റ്റൊരു ഓർമ്മ പെട്ടെന്ന് കൺമുമ്പിലേക്ക് വന്നതുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്. കൽക്കട്ടയിൽ വെച്ച് ഒരു ആശുപത്രിയിൽ ഞാൻ ഇവിടെ ജൂലൈ 3 ഒരു കുർബാനയ്ക്ക് പോയതാണ്. കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും ആശുപത്രിയിൽ നിന്നൊരു അപ്പച്ചന് ഓടി വന്നിരിക്കുക, അച്ഛാ ആശുപത്രി വരെ വരാവോ? അവിടെ ചെന്നപ്പോൾ പുള്ളിയുടെ ഭാര്യ ക്യാൻസറൊക്കെ പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. 2 കൈയും 2 കാലും ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. കാരണം എന്താ? കണ്ണൊക്കെ പുറത്തോട്ട് തള്ളിയിട്ടുണ്ട്. അങ്ങനെ പുറത്തോട്ട് തള്ളിയിട്ട് എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ വിളിച്ച് പറയുന്നത്. ആരെ കണ്ടുകൊണ്ടായിരിക്കും? ആരും ആകട്ടെ, മരണസമയത്ത് നമ്മൾ കർത്താവ് ഇല്ലെന്ന് പറയുന്നവൻ പോലും, അല്ല നിരീശ്വരവാദി പോലും വിളിക്കും എൻ്റെ കർത്താവ് എന്നല്ലേ, അല്ലേ? ശരിയല്ലേ? ആ സമയത്ത് കാണും കർത്താവ് ഉണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഈ സഹോദരി എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്കറിയണം, ഒരു വൈദികൻ മരണസമയത്ത് പോലും ഒരു വൈദികന് നരകത്തിലേക്ക് പോകുന്ന ഒരു ആത്മാവിനെ രക്ഷിക്കാൻ സാധ്യമാണ് എന്ന സത്യം എന്നെ പഠിപ്പിച്ചു തന്ന, മരണത്തിലേക്ക് ചെകുത്താൻ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ആത്മാവിനെ രക്ഷിക്കാനായിട്ട് ഒരു വൈദികൻ തലയെ കൈവച്ചിട്ട് നിൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ ആ നിമിഷം ആ പാപം മുഴുവനും ക്ഷമിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്ന സമയത്ത് സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഒന്നുപോലും മറച്ചു വെക്കാതെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണമെന്ന് സഭ നമ്മോട് പറയുന്നത്. മുഴുവൻ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരം നടത്തണം. ജെയിംസ് മാഞ്ഞാക്കലച്ചൻ തൻ്റെ അനുഭവത്തിലൂടെ പറയുന്നൊരു കാര്യമുണ്ട്. എടുത്തു പറയാത്ത പാപങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചപ്പെടുന്നുണ്ട്. ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പാപമല്ലെന്ന് നമ്മൾ വിചാരിക്കുന്നതും ഇതൊക്കെ ലോകത്തിൽ എല്ലാവരും ചെയ്യുന്നതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തു പറഞ്ഞ് കുമ്പസാരിച്ചില്ലെങ്കിൽ അത് മുഴുവനും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈശോ കാണിച്ചു കൊടുത്തത് അച്ഛനെ. അതുകൊണ്ട് എത്രയും വേഗം നാളെ 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 എന്ന് നീട്ടിവെക്കരുത്. കാരണം ഈ രാത്രിയിൽ എൻ്റെ ആത്മാവ് പോയാൽ, കർത്താവ് വിളിച്ചാൽ ഞാൻ എവിടെ ചെന്ന് അവസാനിക്കും? ഈ ഒരു ചോദ്യം നമ്മോട് എപ്പോഴും ഉണ്ടാകണം. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഈശോ എനിക്കൊരു പ്രേരണ തരുന്നി, പാപങ്ങൾ മിണ്ടാൻ പറ്റാത്തവർക്ക് അന്ന് ജനിച്ച നിമിഷം തൊട്ട് ഇന്ന് വരെയുള്ള പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഒരു വൈദികൻ കുരിശടയാളം വെച്ച് അങ്ങിട്ടാൽ ആ നിമിഷത്തിൽ എൻ്റെ പൊന്നുമക്കളെ പാപം മുഴുവനും മായ്ക്കപ്പെടും. പിന്നെ കടവുണ്ട്. ആ കടവാണ് നമ്മൾ എവിടെ കടന്ന് തീർക്കുന്നത്? ശുദ്ധീകരണ സ്ഥലത്ത് കടന്ന് കിടക്കുന്നത്. ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നാൽ ഒരു പ്രത്യാശ നമുക്കുണ്ട്. അതെന്താ? എന്നെങ്കിലും സ്വർഗത്തിൽ കയറാം, എന്നെങ്കിലും സ്വർഗത്തിൽ കയറാം, ഗ്യാരണ്ടിയാണ്. പക്ഷേ നരകത്തിൽ പോയാലോ ഒരു പ്രത്യാശയും വേണ്ട, തീർന്നു. അതാണ് ഏറ്റവും വലിയ ദുഃഖം. നരകത്തിൽ പോയവരുടെ ദുഃഖം അതാ. ഒരിക്കലും ആ ദിവ്യസന്നിധിയിൽ ദിവ്യസംഗമം കാണുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ ഓർക്കണം, ഈ വലിയ വലിയ പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുമ്പോൾ, നമ്മുടേതായ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ ഓർക്കണം, നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യസമ്മാനമാ, നിത്യജീവന. അതുകൊണ്ടൊന്ന് കണ്ണടയ്ക്കാം. ഇത്രയും കാലം നമ്മൾ വിശുദ്ധിയില്ലാതെ ജീവിച്ച നിമിഷങ്ങളുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, വേണ്ടത്ര പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, വെറുതെ ഒരു 5 സ്വർഗസ്ഥനായ പിതാവേയും 5 നന്മ നിറഞ്ഞു പറഞ്ഞ് ചെല്ലിയാലൊന്നും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരങ്ങ് പെട്ടെന്ന് കയറി പോകത്തില്ല. സ്നേഹത്തോടെ
അവർ നമുക്ക് വേണ്ടി അധ്വാനിച്ചതാണ്, അവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണ്, നേടിയെടുത്തതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് എന്ന ബോധ്യത്തോടെ അവരുടെ ജീവിതകാലത്ത് അതിലൊക്കെ വന്ന കുറവുകളുണ്ടെങ്കിൽ കർത്താവെ അവരോട് പരിഹരിക്കണമേ, അജ്ഞത കൊണ്ട് അവർ ചെയ്തു പോയതാണല്ലോ എന്ന് നമ്മൾ മാപ്പ് ചോദിച്ചു അവർക്ക് വേണ്ടി ദൈവസ്ഥാനത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇന്നും അത് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. പറയുക, ഈശോ മകനെ, നിൻ്റെ കുടുംബത്തെ ഉയർത്താൻ ഏതൊക്കെ തരത്തിലുള്ള തകർച്ചകൾ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും നിൻ്റെ കുടുംബത്തിലുണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക, നിൻ്റെ തലമുറയും ശുദ്ധീകരിക്കുക. കാരണം നിനക്ക് വേണ്ടി ദൈവസ്ഥാനത്തെ മധ്യസ്ഥം വഹിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അല്പം പോലും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ അല്പം പോലും ഭയപ്പെടേണ്ടതില്ല. കാരണം അനേകം നമ്മൾ ഒരാത്മാവിനെ സ്വർഗത്തിലേക്ക് അയച്ചാൽ, പ്രാർത്ഥനയിലൂടെ അയച്ചാൽ, അവർ നമുക്ക് വേണ്ടി ദൈവസ്ഥാനത്തെ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു വ്യക്തിയെ പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് രക്ഷിച്ചാൽ ആ വ്യക്തി നമുക്ക് വേണ്ടി ദൈവസ്ഥാനത്തെ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ തലമുറയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, കുടുംബ വൃക്ഷത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും നമുക്ക് ഇന്നത്തെ വിശുദ്ധ ബലിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ദേശത്ത് ഒത്തിരി പേരുണ്ട്, നമ്മുടെ കോൺഗ്രിഗേഷനിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, ഇതുവരെ സ്വർഗം പ്രാപിക്കാത്ത ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ നമുക്ക് അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ ബലിയിലേക്ക് ചേർത്ത് വെക്കാം. ഇത്രയും കാലം അവർക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാതിരുന്നതിനെ ഓർത്ത് മാപ്പ് ചോദിക്കാം. വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കാതിരുന്നതിനെ ഓർത്ത് മാപ്പ് ചോദിക്കാം. കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അല്പനേരം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഫാദർ പിയോയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കാവൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഇന്ന് വരെ ഞങ്ങളുടെ പ്രാർത്ഥന വഴിയും ബലി വഴിയും സ്വർഗത്തിലെ ആയിരിക്കുന്ന വിശുദ്ധാത്മാക്കളെ നിങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി, ഇവരുടെ കുടുംബത്തിന് വേണ്ടി ദൈവസ്ഥാനത്തെ മധ്യസ്ഥം വഹിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ മക്കളെയും ഇവരുടെ കുടുംബത്തെയും സമർപ്പിക്കുക. ഒരിക്കൽ കൂടി അമ്മേ, ഈ മക്കളെ പ്രത്യേകമായിട്ട് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഒരു സ്റ്റെപ്പ് സ്വർഗത്തിലേക്കുള്ള ഗോവണി ഉയർത്തുവാൻ തക്ക വിധം ഇവരുടെ ജീവിതത്തെ മാറ്റണമേ. ജോഷുവ 3:5 പറയുന്നത് പോലെ നിന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ മക്കളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ ഇവരുടെ കുടുംബം മുഴുവനും സ്വർഗത്തിലായിരുന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുണ ഈ മക്കളോടുകൂടി എന്നും എപ്പോഴും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.